പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് ടൗൺ മുതൽ കണ്ണപുരം വരെയുള്ള ഭാഗത്ത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി റോഡരിക് വെട്ടിപ്പൊളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. മെക്കാഡം ടാറിംഗ് ചെയ്ത റോഡിന്റെ ഭാഗം തന്നെയാണ് വെട്ടിപ്പൊളിച്ചത്. നിലവിൽ താൽക്കാലികമായി ഇവിടെ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറുകുന്ന് ടൗൺ മുതൽ കണ്ണപുരം വരെയുള്ള 1 കിലോമീറ്ററിലധികം ദൂരത്തെ റോഡരികാണ് വെട്ടിപ്പൊളിച്ചത്. മെക്കാഡം ടാർ ചെയ്ത റോഡിന്റെ ഭാഗം തന്നെയാണ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ചത്. എന്നാൽ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും റോഡ് പഴയപടിയായില്ല. താൽക്കാലികമായി മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. ഇതോടെ യാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ കല്ലുകൾ വ്യാപാര സ്ഥാപനങ്ങളുടെ ചില്ലിൽ പതിക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് നടന്നുപോകുന്നത്. ഞാനെടുത്തൊരു വ്യാപാരിയാണ്. ഇവിടെ ഈ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ച പുതിയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഇവിടെ കല്ലെല്ലാം ഇളകി നിൽക്കുകയാണ്. പല വ്യാപാര സ്ഥാപനങ്ങളിൽ കല്ല് തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ടൗണും കൂടിയാണ്. അടുത്ത് തന്നെ LP സ്കൂള്, IU സ്കൂള്, മിഷൻ ഹോസ്പിറ്റൽ, ആസ്പത്രി, അമ്പലം, അങ്ങനെ പല ഇതും ഇവിടെ ഉള്ളതാണ്. അതിനാൽ യാത്രക്കാർക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് ഒരു വ്യാപാരി എന്ന നിലയിലും ഇവിടുത്തെ ഒരാളെന്ന നിലയിലും നമുക്ക് പറയാനുള്ളത്. വാഹന കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും വിധം റോഡ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.